യുദ്ധം ചെയ്യാൻ ആയുധങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല ഇന്ത്യയുടെ ലക്ഷ്യം. അതിർത്തി കടന്ന ഒരു ആയുധം പോലും, ഒരു ശത്രു രാജ്യത്തിന്റെ ആയുധം പോലും രാജ്യത്തിന് നേരെ വരരുത് എന്നതാണ് ഇന്ത്യയുടെ തീരുമാനം. ഇന്ത്യക്കിനി സ്മാർട്ട് ബോർഡർ. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി ചേർന്നുള്ള ഏകദേശം 6000 കിലോമീറ്റർ നീണ്ട അതിർത്തിയിൽ ഇന്ത്യ 4 പാളികളുള്ള സുരക്ഷാ കവചം നിർമ്മിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടുത്തിടെ 4 തലങ്ങളിലുള്ള സുരക്ഷ പ്രഖ്യാപിച്ചിരുന്നു. ഗ്രിഡിൽ 7 പ്രധാന പോയിന്റുകളും 33 ഉപ പോയിന്റുകളും ഉൾപ്പെടും. സുരക്ഷാ സേനയുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് ഈ വർഷം അവസാനത്തോടെ ഇവ ഒരേ സമയം നടപ്പിലാക്കും. കഴിഞ്ഞ ആഴ്ച നടന്ന ആദ്യത്തെ ഗ്രൗണ്ട് ബോർഡർ കോൺഫറൻസിന് ശേഷമാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത്. അതിൽ അതിർത്തി ജില്ലകളിലെ 119 പോലീസ് ക്യാപ്റ്റന്മാരും കളക്ടർമാരും പങ്കെടുത്തിരുന്നു. സ്മാർട്ട് ബോർഡറുകൾ എന്നാൽ ആന്റി ഡ്രോൺ സിസ്റ്റങ്ങളും ഉയർന്ന റെസല്യൂഷൻ ക്യാമറകളും ഈ സുരക്ഷാ ഗ്രിഡിന്റെ 4 ഭാഗങ്ങൾ കേന്ദ്ര സർക്കാർ, കേന്ദ്ര ഏജൻസികൾ മുതലായവയാണ്. വിന്യസിച്ചിരിക്കുന്ന കേന്ദ്ര സായുധ പോലീസ് സേനകൾ, സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശ ഭരണകൂടം ഉൾപ്പെടേണ്ട 4ാമത്തെ ഭാഗം പ്രദേശവാസികളായിരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ഡിസംബറിന് മുൻപ് സ്മാർട്ട് ബോർഡ് പൂർത്തിയാക്കി പുറത്തിറക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ആന്റി ഡ്രോൺ സിസ്റ്റങ്ങൾ, ഉയർന്ന റെസല്യൂഷൻ ക്യാമറകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ തുടങ്ങിയ സവിശേഷതകൾ സ്മാർട്ട് ബോർഡറിൽ ഉൾപ്പെടുത്തും. ഇസ്രയേലി സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമാണ് ഈ സ്മാർട്ട് ബോർഡർ ഗ്രിഡ്. തീവ്രവാദികൾക്കും ആക്രമണകാരികൾക്കും മാരകമാകും. ഈ 4 തലത്തിലുള്ള സുരക്ഷയുടെ 2ാമത്തെ ഘടകം കേന്ദ്ര ഏജൻസികളും സംസ്ഥാന പോലീസുമാണ്. തീവ്രവാദ വിരുദ്ധ ഗ്രിഡ് ഉൾപ്പെട്ടിരിക്കും. സൈബർ കുറ്റകൃത്യങ്ങൾ, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, മയക്കുമരുന്ന്, ഭീകരത, കൂട്ടക്കുറ്റകൃത്യങ്ങൾ, തീവ്രവാദം, ആയുധ ഉപരോധം, അതിർത്തി പ്രദേശങ്ങളിലെ നിയമവിരുദ്ധ വിദേശ പൗരന്മാരെ കണ്ടെത്തൽ തുടങ്ങിയ വിഷയങ്ങളിൽ ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കും. സംസ്ഥാന ഭരണകൂടങ്ങളുടെയും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, ഇന്റലിജൻസ് ഫോഴ്സിന്റെയും സഹായത്തോടെ ഈ സ്മാർട്ട് ബോർഡർ ഗ്രിഡ് ജനസംഖ്യാ മാറ്റങ്ങളും നിരീക്ഷിക്കും. ഇലക്ട്രോണിക് നിരീക്ഷണം, ഗ്രൗണ്ട് സെൻസറുകൾ, തെർമൽ ഇമേജിംഗ്, CCTV, ആന്റി ടണലിംഗ് സംവിധാനങ്ങൾ എന്നിവ മറ്റു ഘടകങ്ങളിൽ ഉൾപ്പെടുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു. ഈ സംവിധാനം നിലവിൽ വന്നു കഴിഞ്ഞാൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി എല്ലാ പങ്കാളികളുമായും 6 മാസത്തിലൊരിക്കൽ പതിവായി കൂടിയാലോചനകൾ നടത്തും. അതേസമയം ഇന്റലിജൻസ് ബ്യൂറോ മേധാവി സുരക്ഷാ സേനയുമായും CPF-കളുമായും ഓരോ 3 മാസത്തിലും ചർച്ച നടത്തും. പദ്ധതി പ്രകാരം ഈ പ്രക്രിയ സംസ്ഥാന തലത്തിലേക്കും പുരോഗമിക്കും. അവിടെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, ജില്ലാ SP, കളക്ടർ തലങ്ങളിൽ സ്ഥിതിഗതികൾ വിലയിരുത്തും. സ്മാർട്ട് ബോർഡർ പുഷ് നിരവധി വർഷങ്ങളായ ചർച്ചയിലാണ്. 2019 ഏകദേശം 71 കിലോമീറ്റർ ഉൾക്കൊള്ളുന്ന 2 പൈലറ്റ് CIBMS പദ്ധതികൾ പൂർത്തിയാക്കിയതായി സർക്കാർ അറിയിച്ചിരുന്നു. ഇതിൽ 10 കിലോമീറ്റർ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലും 61 കിലോമീറ്റർ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലും പൂർത്തിയായിരുന്നു. ഭൗതികമായി വേലി കെട്ടാൻ കഴിയാത്ത ഏകദേശം 1955 കിലോമീറ്റർ അതിർത്തിയിൽ കൂടുതൽ ഘട്ടങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുമെന്നും പറഞ്ഞിരുന്നു. കൂടാതെ 2023 ഡിസംബറിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അതിർത്തികളിലെ ശേഷിക്കുന്ന വിടവുകൾ അടയ്ക്കാൻ സർക്കാർ പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഏകദേശം 60 കിലോമീറ്റർ ദുഷ്കരമായ ഭാഗങ്ങളിൽ പണി തുടരുകയാണ് എന്നും അമിത്ഷാ പറഞ്ഞിരുന്നു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇന്ത്യയുടെ അതിർത്തി സുരക്ഷ ശക്തമാക്കുക എന്ന ദശാബ്ദക്കാലത്തെ പദ്ധതിയുടെ ഒരു വലിയ വെളിപ്പെടുത്തലിന്റെ ഭാഗമാണ് പുതിയ പ്രഖ്യാപനം. എന്തായാലും എല്ലാ തരത്തിലും, ഇന്റേണലിയും അതുപോലെ തന്നെ അതിർത്തികളിലും ഒക്കെ എല്ലാ തരത്തിലും ഒരു ശത്രുവിന് പോലും ഇന്ത്യയിലേക്ക് കടക്കാൻ കഴിയാത്തത്ര രീതിയിൽ പഴുതടച്ച് സുരക്ഷ ഉറപ്പാക്കുകയാണ് രാജ്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.